ലൈംഗിക അതിക്രമ കേസിൽ MP പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് കർണാടക സർക്കാർ. ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ഇമിഗ്രേഷൻ പോയിന്റുകളിലേക്കും ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിനയ് ഉണ്ണി വിവരങ്ങളുമായി ചേരുന്നു. വിനയ്, കർണാടക സർക്കാർ കാര്യക്ഷമമായി തന്നെ ഇടപെടുന്നുണ്ട്. പ്രധാനമന്ത്രിയെ ബന്ധപ്പെട്ടു. അതോടൊപ്പം തന്നെ നയതന്ത്ര ഇടപെടലും ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ എവിടെയാണ് പ്രജ്വൽ ഉള്ളത്? ആര്യ, നിലവിൽ പ്രജ്വൽ ജർമ്മനിയിലെ മ്യൂണിക്കിൽ ഉള്ളതായാണ് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഒരാഴ്ചത്തെ സാവകാശം നേടി പ്രജ്വൽ കത്ത് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ രാജ്യമാകമാനം ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ ഇമിഗ്രേഷൻ പോയിന്റുകളിലേക്കും ഈ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് പ്രജ്വൽ രേവണ്ണ രാജ്യത്ത് എവിടെ എത്തിയാലും, ഏത് വിമാനത്താവളത്തിലും ഏത് തുറമുഖത്തിൽ എത്തിയാലും അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കാൻ ഈ ലുക്കൌട്ട് സർക്കുലർ വഴി സാധിക്കും. നിലവിൽ പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് മെയ് 15 റിട്ടേൺ ടിക്കറ്റ് എടുത്തതായിട്ടാണ് SIT വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് പ്രജ്വൽ ഏപ്രിൽ 27 രാജ്യം വിട്ടത്. ഏപ്രിൽ 26 ഹാസനിലെ തിരഞ്ഞെടുപ്പിന് പിന്നാലെ 27 പുലർച്ചെയാണ് പ്രജ്വൽ രാജ്യം വിട്ടത്. ജർമ്മനിയിലേക്കായിരുന്നു പ്രജ്വൽ ആദ്യം പോയത് ഫ്രാങ്ക്ഫർട്ടിലേക്ക്. ഇപ്പോൾ മ്യൂണിക്കിൽ നിന്ന് തിരിച്ചു വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ SIT അധികൃതർ പങ്കുവയ്ക്കുന്നത്. മെയ് 15 പ്രജ്വൽ തിരിച്ചെത്തുകയാണ് എന്ന് പറയുന്നത്. കാരണം മെയ് 7 കർണാടകയിലെ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ്. ഉത്തര കർണാടകയിലെ 14 മണ്ഡലങ്ങളിലേക്ക് മെയ് 7 തിരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ പ്രജ്വൽ ഇനി രാജ്യത്ത് തിരിച്ചെത്തുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഒരു ലുക്കൌട്ട് സർക്കുലർ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശരി.